ഇറാനിലെ സംഘർഷം മൂലം അവിടെയുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചു. ഭാരതീയരുമായുള്ള ആദ്യ വിമാനം ഇന്ന് ഡൽഹിയിലെത്തും. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും മടങ്ങാനുള്ള ശുപാർശയും നൽകിയിരുന്നു. വ്യോമമേഖല താൽക്കാലികമായി അടച്ചതടക്കമുള്ള വെല്ലുവിളികൾക്കിടയിലും സാധ്യമായ വഴികളെല്ലാം പ്രയോജനപ്പെടുത്തുകയാണ് ഭാരതീയരെ തിരിച്ചെത്തിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, എപ്പോഴാണ് സംഘം മടങ്ങിയെത്തുക? അമൃത, ഇത്തരത്തിൽ ഈ വിമാനം ഇന്ന് ടെഹ്റാനിൽ നിന്ന് പുറപ്പെടുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഡൽഹിയിലായിരിക്കും വിമാനം എത്തുക എന്നും കൃത്യമായ മറുപടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ ഈ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിലെ ഭാരതീയ പൗരന്മാരോട് എല്ലാവരോടും തന്നെ തിരിച്ചു വരണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകുകയും അതിന് സാധ്യമായ വഴികളെല്ലാം തുറക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രത്യേക വിമാനം അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഡൽഹിയിലേക്കാണ് നേരിട്ട് ആദ്യ സംഘം എത്തുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ വ്യോമ മേഖല പൂർണ്ണമായും അടച്ചിരുന്നു. താൽക്കാലികമായാണ് ഇന്നലെ അടയ്ക്കുകയും ചെയ്തത്. ഈ താൽക്കാലികമായി അടച്ച വ്യോമ മേഖല തുറക്കുകയും എന്നാൽ ആ വ്യോമ മേഖല ഉൾപ്പെടാതെ ഭാരതത്തിലെ വിമാനങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു നിർദ്ദേശം വൈമാനികർക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ വ്യോമ മേഖല അടച്ച ഒരു പശ്ചാത്തലമല്ല ഇറാന്റേത് എന്നതുകൊണ്ട് തന്നെ അടിയന്തരമായി ഭാരതീയരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായി ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവാക്വേഷൻ നടപടികൾക്കുള്ള നീക്കങ്ങൾ ശക്തമായതും തുടർ നീക്കങ്ങളുടെ ഭാഗമായി വിമാനം ഏർപ്പെടുത്തിയതും അത് ഇന്ന് ഡൽഹിയിലെത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. ശരി, ഐസനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.